എനിക്ക് സ്കൂളിലേക്ക് ലേറ്റ് ആവുന്നുണ്ട്, ഞാൻ പോവട്ടെ. നീ എന്നെ വിട്ട് എങ്ങോട്ടും പോവണ്ട. എനിക്ക് അച്ഛനെ വേണ്ട. നീ എന്റെ അച്ഛനാവണ്ട. സിഹി, സിഹി ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ചോദിച്ചപ്പോ അവൾക്ക് എത്ര വിഷമായിട്ടുണ്ടാവും. But I want you, Sita. I want Sihi as well. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും വേണം. പക്ഷെ സിഹിയുടെ സമ്മതമില്ലാതെ നമ്മൾ എങ്ങനെയാ മുന്നോട്ട് പോവാ? നീ അവളുടെ അച്ഛനായ നീ അവളെ ഒഴിവാക്കി പോവാന്ന് അവള് കരുതുന്നത്. അങ്ങനെ ഒരു പേടി അവൾക്കുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇത്ര നാളായിട്ട് അറിയില്ലായിരുന്നു. എനിക്ക് മനസ്സിലാവും സീത. അവൾ സമ്മതിച്ചോളും. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നേരത്തെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ വെച്ച് അവളിങ്ങനെ സംസാരിക്കുന്നു മാത്രം. അത് നമ്മൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. വി ആർ ടുഗദർ ഇൻ എവറിത്തിങ്. നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? എനിക്കെന്ത് മറുപടി പറയണമെന്ന് പോലും അറിയില്ല. നോ സീത, നീ ഇങ്ങനെ തോറ്റുപോയ പോലെ സംസാരിച്ച ഞാൻ എന്താ ചെയ്യാ? ലിസൺ, നീ എന്നെ ഇത് അക്സെപ്റ്റ് ചെയ്തോ? അന്നേ സിഹി എന്റെ മകളായിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തതാ. സിഹി എന്നെ അച്ഛനായിട്ട് അംഗീകരിച്ചാൽ മാത്രം മതി. നീ പെർമിഷൻ തന്നാൽ മാത്രം മതി. ഐ വാണ്ട് ടു ബി ദ ബെസ്റ്റ് ഫാദർ ഓൺ ദിസ് എർത്ത്. അച്ഛൻ മകൾ റിലേഷൻഷിപ്പ് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് ഞാൻ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാം. ട്രസ്റ്റ് മീ ഓൺ ദിസ്. അല്ല റാം, ഈ ചലഞ്ചസ് ഒക്കെ ഞാൻ ഫേസ് ചെയ്യണമല്ലോ എന്ന് ഞാൻ ആദ്യം ആലോചിച്ചിരുന്നു. പക്ഷെ ഞാൻ ചിന്തിക്ക് പോലും ചെയ്യാത്ത ചലഞ്ചസാ ഞാനിപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യണമെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഡോണ്ട് തിങ്ക് ടു മച്ച്. സിഹി എന്റെ മകളാ. എന്തു പറ്റി? ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ സീത? അവൾ എന്റെ മകളാ. സിഹി എന്നെ പൂർണ്ണ സമ്മതത്തോടെ ഒരു അച്ഛനായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടതൊക്കെ ഞാൻ ചെയ്യാം. പക്ഷെ അതെനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഐ നീഡ് യുവർ കോപ്പറേഷൻ ടു. എന്താ? എന്തു പറ്റി? റാം, എങ്ങനെ ഇതിനൊക്കെ കഴിയുന്നേ? നിന്നെ കാണുമ്പോഴൊക്കെ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. നിനക്ക് സിഹിയോട് ഒരുപാട് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ മറ്റൊരാളുടെ മകളെ സ്വന്തം മകളായിട്ട് കാണുന്നവര് വളരെ അപൂർവ. സിഹി എന്റെ മകളാണെന്നാ നീ പറഞ്ഞത്. സിഹിയുടെ ജനനത്തെക്കുറിച്ചോ അവൾക്ക് ജന്മം നൽകിയ അച്ഛനെക്കുറിച്ചോ ഒന്നും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. നീ ഇതുവരെ ചോദിച്ചിട്ടുമില്ല. അത് പറയാത്തത് കൊണ്ട് എനിക്ക് ചിലപ്പോ ഗിൽറ്റ് തോന്നാറുണ്ട്. വേണമെങ്കിൽ ഞാനിപ്പോ അത് നോക്ക്, ഇനി ഈ കാര്യത്തെക്കുറിച്ച് അധികം സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഐ ഡോണ്ട് വാണ്ട് ടു നോ ദാറ്റ് ഷീ ഹാസ് എ ഡിഫറെന്റ് ഫാദർ. ഇനി അങ്ങോട്ട് സിഹിയുടെ അച്ഛനും ഞാനാ, നിന്റെ ഹസ്ബൻഡും ഞാനാ. നിങ്ങൾ രണ്ടുപേരും എന്റെയാണ്. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് വി മേക്ക് ദിസ് ഹാപ്പൻ ടുഗദർ.
അല്ല റാം, സീത, ഇനി നീ ഒന്നും പറയാൻ നിൽക്കണ്ട. പഴയതൊക്കെ മറക്ക്. നീ ഈ മൊമെന്റ് ജീവിക്കേ. ഫ്യൂച്ചറിനെ കുറിച്ച് പിന്നെ ചിന്തിക്കാം. റാം, ഓഫീസിന്റെ അടുത്ത് എത്താറായില്ലേ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച്. എന്താ ഒരുമിച്ച് പോകാൻ പാടില്ലേ? ആരെങ്കിലും കാണും, ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കും. ഈ ചിന്തയൊക്കെ മാറ്റി സീത. നത്തിങ് വിൽ ഹാപ്പൻ. ചിരിച്ചല്ലോ. എന്തു പറ്റി? അവസാനം നീ ഒന്ന് സ്മൈൽ ചെയ്തല്ലോ. ഇത്രയും നേരം അടിച്ച ടെൻഷൻ എല്ലാം അങ്ങ് മാഞ്ഞുപോയി. സ്മൈൽ ചെയ്തതല്ല, ചെയ്യിപ്പിച്ചതാ നീ. ഞാനെന്താ ചെയ്തേ? വെരി ഗുഡ്, വെരി ഗുഡ്. നിന്റെ ഉത്സാഹം കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോളെ. പക്ഷേ അശോകനെ കുറിച്ച് നിനക്ക് അറിയില്ലേ? ലാളിത്യം വെച്ചാൽ അവന് വലിയ ഇഷ്ടമാ. അവനായിക്കോട്ടെ പുറത്തുള്ളവർക്കായിക്കോട്ടെ, ഇവന്റെ കല്യാണം നമ്മൾ നടത്തുന്നത് പണമുള്ളതിന്റെ അഹങ്കാരമായിട്ട് മറ്റുള്ളവർക്ക് തോന്നരുതല്ലോ. എവിടെ വെച്ചൊരു കല്യാണം നടത്തുക, ആവശ്യമില്ലാത്തതൊക്കെ ചെയ്യുക. വേണ്ട മോളെ. എന്താ മോളെ ഭാർഗവി, നീ എന്തു പറയുന്നു? കറക്റ്റ് അച്ഛാ. അശോകിന്റെ കല്യാണം തീരുമാനിച്ചപ്പോ തന്നെ ഞാൻ തന്നെ എല്ലാം മുമ്പിൽ നിന്ന് നടത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇവള് തന്നെ പോയി സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് വന്ന്. അതുകൊണ്ട് അവളെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിളിച്ചത്. പക്ഷേ അച്ഛൻ പറഞ്ഞത് അതിന്റെ ശരി. നമ്മുടെ അശോകിന് ഈ ആഡംബരമൊന്നും അത്ര ഇഷ്ടമല്ല. ചന്ദിനി, ഇതൊക്കെ മാറ്റിവെച്ച് വളരെ സിമ്പിളായിട്ട് കല്യാണം നടത്താം. യെസ് മേമ. ഐ എം സോ സോറി മുത്തച്ഛ. ഇതെല്ലാം ഞാൻ നേരത്തെ കൺസിഡർ ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കണമായിരുന്നു. ബട്ട് നെവർ മൈൻഡ്. നമ്മുടെ സമ്പ്രദായ പ്രകാരം സിമ്പിളായിട്ട് ഡിഗ്നിഫൈഡ് ആയിട്ട് ഈ ഇവന്റ് നടക്കും. ഞാൻ മേമയുടെ കൂടെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്ത് എല്ലാം നടത്തിക്കോളാം. മിടുക്കിയ മോളെ, നീ ചെയ്തു, എല്ലാം ചെയ്തു. ഭാർഗവി കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് സമാധാനായിട്ടിരിക്കാം. നമുക്ക് മറ്റൊരു പരിപാടി നോക്കാം കേട്ടോ. ചെല്ലേ. ഓക്കെ അച്ഛാ. ചാന്ദിനി ബാ. ശരി മേമേ. മുത്തച്ഛ, മേമ, ഞങ്ങളുടെ കല്യാണത്തെ കുറിച്ച് റാമിന്റെ അടുത്ത് പോയി ഡിസ്കസ് ചെയ്തിട്ട് വരാം. അവൻ വീട്ടിലില്ല ചാന്ദിനി. വാട്ട്? റാം വീട്ടിലില്ലെന്നോ? മേമ, എനിക്കിതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. റാം വീട്ടിലില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യണ്ടേ? വാട്ട് ഈസ് ദ യൂസ്? ലോജിക് ഇല്ലാതെ ഈ ഭാർഗവിയൊന്നും ചെയ്യില്ല ചാന്ദിനി. റാമിനോട് അടുക്കുന്നതിന് മുൻപേ തന്നെ നീ അച്ഛനോട് അടുക്കാൻ നോക്ക്. അവർക്കിഷ്ടാവുന്ന രീതിയിൽ നടക്ക്. റാമിന്റെ പുറകെ തന്നെ നടന്നാ ചിലപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. വഴക്ക് പറഞ്ഞ് നിന്നെ തിരിച്ചുവിടും. അതോടെ എല്ലാം തീരും. ഓ ഗോഡ്, ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ മേമ? റാമിനെ കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ റാമിന്ന് അകന്ന് നിൽക്കണമെന്നാ? എനിക്കിതൊന്നും വർക്കാവുന്ന തോന്നുന്നില്ല മേമ. നിനക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല ചാന്ദിനി. ആദ്യം നീ അച്ഛനെ ഇംപ്രസ് ചെയ്യാൻ നോക്ക്. അശോകിന്റെ കല്യാണത്തിന് നീ മുമ്പിൽ നിന്ന് എല്ലാം ഭംഗിയായിട്ട് നടത്തണം. വെറും ഓഫീസിൽ മാത്രമല്ല, ഈ വീട്ടിന് ചേർന്നൊരു മരുമകളാണെന്ന് നീ അച്ഛന് കാണിച്ചു കൊടുക്കണം. ആരുമില്ലാത്ത അശോകിന് ഈ വീട്ടിലെ മകനാവാൻ പറ്റുമെങ്കിൽ നിനക്ക് ഈ വീട്ടിലെ മരുമകളാകാനാവില്ലേ? ഐ വിൽ മേമ. റാം ഇവിടെ നിർത്തിയാൽ മതി. പഴയതുപോലെ തുടങ്ങുവാണോ നീ? ചില കാര്യങ്ങൾ നമ്മൾ നേടണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ? ഇപ്പൊ എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ചു വെച്ചേക്കുന്നേ? നമ്മൾ രണ്ട് സ്ഥലത്തേക്കൊന്നും അല്ലല്ലോ പോകുന്നത്, ഒരേ ഓഫീസിലേക്കല്ലേ പോകുന്നേ.
നിന്റെ ചേംബറിലിരുന്ന് നോക്കിയാ എന്നെ കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു ഫയല് തരാമെന്നുള്ള പേരിൽ വന്നാ എനിക്ക് നിന്നോട് സംസാരിക്കാലോ. ശരിക്കും ഇതൊക്കെ നീ തന്നെയാണോ ഈ പറയുന്നത്? അതായത് നീ ഇത്രയും ദിവസം എന്തോ ജോലി കാര്യം എന്നൊക്കെ പറഞ്ഞ് എന്റെ ചേംബറിലേക്ക് വന്നത് എന്നെ കാണാനാ? റിയലി? ഏയ്, അങ്ങനെയൊന്നും പറഞ്ഞതല്ലാട്ടോ. നമ്മള് രണ്ടുപേരും ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നോണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് കാണാലോ. നോക്കേ, ഇങ്ങനെ വാക്ക് മാറ്റരുത് കേട്ടോ, പ്ലീസ്. നീ ആ വേണ്ടാത്ത ഓരോന്ന് മനസ്സിലാക്കി വെക്കുന്നെ. വെയിറ്റ്, ഞാൻ തുറന്നുതരാം. ഇത്രയും നേരം പറഞ്ഞതെന്താ? ഞാൻ തന്നെ ഡോർ ഓപ്പൺ ചെയ്തോളാം. സീതയും റാമും ഒന്ന് ഒരേ കാറിലാണോ വന്നത്? ഓഹോ, ഇവര് രണ്ടുപേരും ഇത്രയൊക്കെ മുന്നോട്ട് പോയോ? മീമ പറഞ്ഞതുപോലെ സീതയെ വിശ്വസിച്ച എനിക്കൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം. അല്ല, ഇവര് രണ്ടുപേരും ഒരുമിച്ച് കാറിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഓഫീസിലേക്ക് ഒരുമിച്ച് പോവാത്തത് എന്താ? ഈ ഒളിച്ചുകളിയൊക്കെ എന്തിനാ? റാമിന് എന്തായാലും സീതയെ ഇഷ്ടോ. അപ്പൊ മുത്തശ്ശന്റെ അടുത്ത് പോയി ഡയറക്റ്റ് ആയിട്ട് പറയായിരുന്നല്ലോ. അപ്പോ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തോ സീക്രട്ട് ഉണ്ട്. അതെന്താണെന്നൊന്നും അറിയണമല്ലോ. എങ്ങനെ ഇപ്പൊ ഒന്ന് മനസ്സിലാക്കുക? ബ്രില്യൻ്റ് രാമ. നിന്റെ റൊമാൻസ് വളരെ ഫാസ്റ്റായിട്ടാണല്ലോ ഇവിടെ പോകുന്നത്. എല്ലാത്തിനും പുറകെ മേമ 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 എന്നും പറഞ്ഞ് വാലാട്ടി വരുന്നവൻ എന്നോട് നിന്റെ പ്രേമത്തിന്റെ കാര്യം മറച്ചു വെക്കാൻ നീ ശ്രമിക്കുവാണല്ലേ? സീത, നിന്റെ ധൈര്യം സമ്മതിക്കണം മോളെ. കുടിലില് താമസിക്കുന്ന നിനക്ക് അങ്ങ് കൊട്ടാരം വേണോ അല്ലേ? ഈ കാര്യങ്ങളൊക്കെ അച്ഛൻ മനസ്സിലാക്കുന്നതിന് മുൻപ് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. അറിയപ്പെടാത്ത നിറങ്ങൾ. വെയിലല്ല, വേരല്ല, കമ്പോ ചുള്ളികളോ അല്ല, തളിരല്ല, മലരല്ല, കായ്കനികളോ അല്ല. ഇലയാണ് വൃക്ഷം. ആ കുഞ്ഞിലയുണ്ടെങ്കിലേ മരം നിലനിൽക്കൂ എന്നറിയുക മനുഷ്യ. സുന്ദരമായ പൂക്കളും രുചികരമായ കായ്കളും ആ മരത്തിലെ അലങ്കാരങ്ങൾ മാത്രമാണ്. അച്ഛാ, താങ്ക് യു മോളെ. അച്ഛാ, അശോകന് അവന്റെ കല്യാണക്കാര്യത്തിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടോ ഇല്ലയോ? പക്ഷെ ചാന്ദിനിക്ക് എത്രമാത്രം എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന് അറിയോ അച്ഛന്? അവള് കാണിച്ചു തന്ന പ്ലാൻ അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും അവൾ ഓൾറെഡി എത്ര പ്ലാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയോ അച്ഛന്? വളരെ നല്ല കുട്ടിയാ മോളെ. ജോലിക്കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധയാവക്ക്. ഈ സമയത്ത് നമ്മുടെ അപ്പുവിന്റെ കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിലെ മരുമകള് മുന്നിൽ നിന്ന് ഈ കല്യാണമൊക്കെ നടത്തിയേനെ. അല്ല അച്ഛാ. എന്തു പറ്റി മോളെ? അച്ഛാ, അത് ഈ കാര്യം എനിക്ക് ഇതുവരെ തോന്നിയതേ ഇല്ല കേട്ടോ അച്ഛാ. നമ്മള് വലിയ ചോക്കുമല കൈ വെച്ചിട്ടാ ഒരു ചോക്കിന് വേണ്ടി തപ്പി നടന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാ അച്ഛാ, നീ ഇപ്പൊ പറയാൻ വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി മോളെ. ഞാൻ എപ്പോഴും അതൊക്കെ ആലോചിച്ച് വെച്ചതാ മോളെ. അതായത് അപ്പവും ചാന്ദിനിയും. അച്ഛൻ നിങ്ങൾക്കും അത് തോന്നിയിരുന്നോ? എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. സത്യ ഭാർഗവി. താങ്ക് യു മിസ്റ്റർ ദേശായി.
എന്റെ ജോലി അച്ഛൻ വളരെ ഈസിയാക്കി തന്നല്ലോ. ചാന്ദിനി നല്ല കുട്ടിയാ, കാണാനും സുന്ദരിയാണ്, ബുദ്ധിശാലിയാണ്. പക്ഷേ നമ്മുടെ രാമൻ എന്തുകൊണ്ടോ അവൾ ശരിയാവില്ല എന്ന് തോന്നുന്നു. അതെന്താ അച്ഛാ? അതിന്റെ കാരണം ഒന്ന് പറയാവോ? കാരണം എന്താന്നൊക്കെ പറയാൻ എനിക്കറിയില്ല മോളെ. പക്ഷെ അവള് നമ്മുടെ രാമനെ ശരിപ്പെട്ടു വരുന്ന എനിക്ക് തോന്നണില്ല. നോക്ക് മോളെ, ഇപ്പൊ തന്നെ ഒരു തീരുമാനം എടുക്കാൻ നിൽക്കണ്ട. കല്യാണം എന്ന് വെച്ചാൽ ഭാവിയാ. തിരക്കിട്ട് തീരുമാനം എടുത്ത് ഭാവി മോശമാക്കാൻ നിൽക്കണ്ട. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ മതി. ഗൈസ്, നിങ്ങളെ രണ്ടുപേരെ ഇങ്ങോട്ട് വിളിച്ചത് ഓഫീസിലെ കാര്യം സംസാരിക്കാൻ വേണ്ടിയല്ല, നിങ്ങളുടെ കല്യാണക്കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. മുത്തശ്ശൻ ഓൾറെഡി ഈ ആഴ്ച തന്നെ മുഹൂർത്തം ഫിക്സ് ചെയ്തിട്ടുണ്ട്. പൂജാരിയോടും പോയി സംസാരിച്ചിട്ടുണ്ട്. പ്രിയ, നിന്റെ അമ്മ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? നാളെ തന്നെ വരും. നൈസ് ഗൈസ്, ലിസൺ, വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. ഓക്കെ, കല്യാണം ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊന്നും ചിന്തിച്ച് വറിയാവണ്ട. മേമ അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. പ്രിയ, നിനക്ക് നിന്റെ കല്യാണത്തെക്കുറിച്ച് എന്തെങ്കിലും ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അതിന് വേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്യാം. ഹലോ, അവന്റെ മുഖത്ത് നോക്കുന്നത് എന്തിനാ? ഫസ്റ്റ് ഓഫ് ഓൾ അവനൊരു കാര്യം പറയാൻ തന്നെ 10 മിനിറ്റ് ആലോചിക്കും. നീയെങ്കിലും ഒന്ന് പറ മോളെ. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. ഞാൻ ഇഷ്ടപ്പെടുന്ന ആളിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സമ്പ്രദായ പ്രകാരം സ്വന്തമാക്കണമെന്ന്. ദാറ്റ്സ് ഇറ്റ്. വേറെ ഒന്നുമില്ല. ഓ, അപ്പൊ അശോകന്റെ ആഗ്രഹങ്ങൾ ഓൾറെഡി അവൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാളും സെയിം ടു സെയിം ഒരേപോലെ സംസാരിക്കുന്നത്. നീയാള് കൊള്ളാലോടാ. ഏയ്, ഇത് ഞാൻ പറഞ്ഞു കൊടുത്തൊന്നുമല്ല. പ്രിയ, ഞാൻ പറഞ്ഞാണോ തന്നോടത്? ഇല്ല ഇല്ല, ആഘോഷങ്ങള് ഒന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എന്റെ തോട്ട്സാ. ശരി, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ ഇറങ്ങട്ടെ. ബൈ ബൈ ബൈ. ഞാൻ ക്യാബിനിലുണ്ടാവേ, അവിടെ ഉണ്ടാവും. സീത, അതുപോലെ ആ ഫയൽ സെൻഡ് ചെയ്തിരുന്നോ? ഏത് ഫയലാ റാം? ഞാനൊരു ഫയലും പെൻഡിങ് വെച്ചിട്ടില്ല. വാട്ട്സ് ദാറ്റ്? ഫയൽ നമ്പർ 143. 143? അതേത് ഫയലാ? അതെനിക്കറിയില്ലല്ലോ. എന്ത്? ഫയൽ നമ്പർ 143 അറിയില്ലേ നിനക്ക്? ആർ യു സീരിയസ്? 143 എന്ന് വെച്ചാ ഐ ലവ് യു സീത എന്ന. റാം, ഇത് ഓഫീസാ. അറിയാം. റാം, ഐ വോണ്ട് ടു ടോക്ക് ടു യു. ഇറ്റ്സ് റിഗാർഡിംഗ് അശോക്സ് വെഡിങ്. മേമയെ നിന്നോട് സംസാരിക്കാൻ പറഞ്ഞത്. സീത, പ്ലീസ് വെയിറ്റ്. ലിസൺ ഹിയർ, സീതയും പ്രിയയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. തനിക്ക് എന്തൊക്കെ പ്ലാൻസ് ഉണ്ടെങ്കിലും അത് സീതയുടെ അടുത്തോട് ഷെയർ ചെയ്യ്. വി ഹാവ് ടു നോ എവറിത്തിങ്. ഐ നോ റാം, അത് ഞാൻ സീതയോട് സംസാരിച്ചോളാം. പക്ഷേ നിന്നോട് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കണം. There's nothing personal between us. ഇല്ല, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുക. എനിക്ക് കുറച്ച് ജോലിയുണ്ട്.
ലിസൺ, എനിക്ക് താനുമായിട്ടൊന്നും ഷെയർ ചെയ്യാനുമില്ല, നമ്മൾ തമ്മിൽ ഒന്നുമില്ല. യു മേ ലീവ് നൗ. പക്ഷെ എനിക്ക് സംസാരിക്കണം റാം. അതും നിന്നെ സീതയെയും കുറിച്ച്. പറ, ഇത് ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കണോ? വാട്ട്? കൺഗ്രാറ്റുലേഷൻസ് റാം. റാം, നമ്മൾ രണ്ടുപേരും ഇപ്പോൾ അകന്നിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ സ്നേഹിച്ചിരുന്നു എന്നത് സത്യമല്ലേ? നീ എന്തിനാ അങ്ങനെ കരുതിയത് എനിക്ക് നിന്നെ ഒട്ടും മനസ്സിലാക്കാൻ കഴിയില്ല എന്ന്? നീ നിന്റെ ലൈഫിൽ മൂവ് ഓൺ ആകുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് റാം. ട്രസ്റ്റ് മീ. ബിക്കോസ് ട്രൂ ലവ് എന്ന് വെച്ചാൽ നമ്മൾ സ്നേഹിക്കുന്നവരെ ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാ, അതല്ലാതെ വാശി കാണിക്കുന്നതല്ല. എനിക്കറിയാം റാം, നീ സീതയെ സ്നേഹിക്കുന്നുണ്ട്. യു ബോത്ത് ആർ ഇൻ ലവ്.